നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജങ്കാറിലാണ് യാത്ര. അപ്പോൾ ജങ്കാറിൽ ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജങ്കാറിൽ കയറി. അപ്പോൾ ആ കായലിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ് ആദ്യം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആളുകളെല്ലാം കയറി ഇപ്പോൾ ജങ്കാർ ആ ദേവി ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കായൽ സൈഡിലുള്ള കാഴ്ചകളും മറ്റും നമുക്ക് ആ ജങ്കാറിലിരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴത് കണ്ട് കുറച്ച് സമയത്തിനകത്ത് നമ്മൾ ദേവി ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് എത്തും. ആ ദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ട് അരികിൽ തന്നെ ജങ്കാർ നിർത്തുവാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അത് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് ക്ഷേത്രം വരുന്നത് ജങ്കാറിൻ്റെ അവിടുന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ അതുവഴി നടന്നു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്രയിൽ ഇരു സൈഡുകളിലും നല്ല പച്ചിപ്പായിട്ട് ഉള്ള പ്രദേശമാണ്. സൈഡിൽ ഈ പറഞ്ഞ പോലെ കായൽ ഉണ്ട്. അതിൻ്റെ ഈ ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ട് അരികിലായി ഒരു ബീച്ച്, കടൽ സൈഡും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ദേവീക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് ചേരുന്ന സമയത്ത് തന്നെ നമുക്കൊരു പറക്കിണറും മറ്റും അവിടെ മനോഹരമായി കുത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇന്ന് അധികം തിരക്ക് ഇല്ലാഞ്ഞതിനാൽ വലിയ ക്യൂവിൽ നിന്ന് ഒഴിവായി നമ്മൾ ചെറിയ ക്യൂവിൽ കയറി ഈ ദേവീക്ഷേത്രത്തിൻ്റെ ആ സന്നിധിയിലേക്ക് ഉള്ള ക്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്യൂവിനുള്ളിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ രാമായണ മാസത്തിലെ രാമായണം വായിക്കുന്നതും എല്ലാം നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മണിക്കിണർ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ. അതിനുശേഷമാണ് അവിടുത്തെ വിശിഷ്ടമായിട്ടുള്ള കാഴ്ച ഈ പറഞ്ഞ മണി കെട്ടുവാൻ വേണ്ടി ആൽത്തറയിലേക്ക് ആളുകൾ നീങ്ങുന്ന രംഗമാണ് കാണുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേക വഴിപാട്. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയുണ്ടായി. അതിൻ്റെ തൊട്ടരികിൽ തന്നെ ഒരു ബീച്ചും മറ്റുമുണ്ട്. അപ്പോൾ ആ ബീച്ചും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ വരാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മൾ ദേവീക്ഷേത്രത്തിൽ തൊഴുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രകൃതി രമണീയമായ ബീച്ചിൻ്റെ ഭംഗിയും മറ്റും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ദിവസം നേർന്ന് നമുക്ക് അവിടുന്ന് തന്നെ തിരിച്ച് ആ ജങ്കാറിലൂടെ തിരിച്ച് നമുക്ക് യാത്ര ചെയ്ത് തിരികെ എത്താവുന്നത്.